എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിൽ 1050 എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. എന്നിൽ കത്തിപ്പടരണമേ, എന്നാത്മാവിൽ പടരണമേ. എല്ലാവരും ഒന്നുകൂടി പ്രാർത്ഥിച്ചേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പ്രവചനത്തിനായി കാതോർക്കാം. പ്രവചനത്തിനായി ദാഹമുണ്ടോ? ഏറ്റവും അഭിഷേകം ഉള്ള നിമിഷങ്ങളാണ് പ്രവചന സമയം. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ വേറെ ഒരു ജോലിയും ചെയ്യാതെ കർത്താവിൻ്റെ ഈ അരുളപ്പാടിന് വേണ്ടി കാതോർക്കണം. പഴയ നിയമത്തിൽ ഏലിയാ പ്രവാചകൻ ആ മലമുകളിൽ ബലിയർപ്പിക്കുന്ന സമയത്തും അതിനുശേഷമുള്ള പ്രവചന സമയത്തെല്ലാം പ്രവചനം കേട്ട് കഴിയുമ്പോൾ ജനം സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രവചനം വളരെ സാധാരണ ഒരു സംഭവമായി നമുക്ക് പ്രവചനത്തെ ബഹുമാനിക്കാം. പ്രവചനത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്: കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് പറയാതെ ഒരു കാര്യവും ശരിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം. അതിനെ മറ്റൊരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിന് ഒരു വൃക്ഷം നട്ട് വളർത്തണമെങ്കിൽ ആ വലിയ ഒരു വൃക്ഷം വളർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് നടണം. അത് നടുന്ന വിത്താണ്. അതാണ് പ്രവചനം. പ്രവചനമാകുന്ന വിത്തിലൂടെ അത് നട്ടാൽ മാത്രമേ, നട്ടാൽ അത് മുളയ്ക്കും, അത് മുളച്ചാൽ അത് വളരും. കർത്താവ് തന്നെ വളർത്തും. ഒരാൾ വെള്ളം ഒഴിക്കും, അതിനെല്ലാം കർത്താവ് ആൾക്കാരെ ഏൽപ്പിക്കും. യെസ്, ആമോസ് 3:7. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? എന്തോ ഒരു മനോഹരമായ, എന്തോ ഒരു എളിമ നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ സംസാരമാണ് മോശയുടേത്. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അഥവാ അതൊരു പ്രവചനമായിരുന്നു. ദൈവമായ കർത്താവ് സംസാരിച്ചു. ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. അതാണ് പ്രവചനം ആരംഭിച്ചാൽ. മറ്റൊരു മനുഷ്യനായി നീ മാറും. സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. കേട്ടോ, ഒരു പ്രവാചക ഗണം. അതുകൊണ്ടാണ് ഈ വരദാന അഭിഷേക ധ്യാനവും പ്രവചന വരത്തെക്കുറിച്ചുള്ള ധ്യാനം. അപ്പോൾ അവിടെ കുറേ പേര് ഒന്നിച്ച് പ്രവചിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിലേക്ക് പ്രവചനവരം വരികയാണ്. പ്രൈസ് ദ ലോർഡ്.
ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അല്ലോ, പ്രവാചക ഗണത്തെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു, അവനും അവരോടൊത്ത് പ്രവചിച്ചു. ഈ വചനങ്ങൾ വെറുതെ അങ്ങ് വായിച്ചു പോകാതെ, അങ്ങനെ അന്ന് പഴയ നിയമത്തിൽ അത് നടന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോ മിശിഹായുടെ ശരീര രക്തം ഭക്ഷിക്കുകയും ഈശോയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ഈശോയിലുള്ള അഭിഷേകം മുഴുവനും നിറഞ്ഞ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കണം? പുരാതന കാലം മുതൽ സംഭവിക്കാനിരുന്നവ ഞാൻ വെളിപ്പെടുത്തി. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും. കണ്ടോ, ആദ്യത്തേത് ഉപദേശങ്ങൾ, രണ്ടാമത്തേത് ഉദ്ദേശങ്ങൾ. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഇതാ പ്രവചനം ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരിലും കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രവചന വരത്തെ തുറക്കുമാറാകട്ടെ. നമ്മളെല്ലാവരിലും പ്രവചന വരം തുറക്കട്ടെ. പൗലോസ്ലീഹ പ്രത്യേകം പറയുന്നതാണ്, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി. എല്ലാവരും തീഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതാ പ്രവചനം വരാൻ പോകുന്നു. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കുക. ശലബല, മറ്റെല്ലാ ജോലികളും വിട്ട് കാതോർക്കുക. എല്ലാവരും കാതോർക്കുക. ശക്കാലമക്കാര, ശക്കാലമക്കാര, റബിയലമക്കാര, ഹീരിയലബൂറമക്കാര, ലംബിയലബാറമക്കാര. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എന്നിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ ഉറവകൾ, ഒരുറവയല്ല, വിവിധ ഉറവകൾ നിങ്ങളിൽ ഒഴുകുന്നു. നിങ്ങളുടെ ആത്മാവിൽ നിന്നും എൻ്റെ വരദാനങ്ങൾ നിരവധി ഉറവകളായിട്ട് ഞാൻ ഒഴുക്കും. നിരവധി ഉറവകൾ. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ അഭിഷേകത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ഞാൻ വിസ്തൃതമാക്കുന്നു, പുതിയ ശുശ്രൂഷകൾ ഞാൻ ആരംഭിക്കുന്നു. ഇതാ ഞാൻ തുറന്നിരിക്കുന്നു. ഞാൻ തുറന്നിരിക്കുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ഞാൻ തുറന്നത് ആർക്കും അടയ്ക്കാൻ പറ്റില്ല. എന്റെ അഭിഷേകത്തിന്റെ അതിസാന്ദ്രത നിങ്ങളിൽ ഞാൻ ഇതാ തുറക്കുന്നു. എന്റെ അഭിഷേകത്തിന്റെ അത്യുഗ്രമായ വെള്ളച്ചാട്ടം നിങ്ങളിൽ ഞാൻ ഇതാ തുറക്കുന്നു. പുതിയ ശക്തമായ ശുശ്രൂഷകളായിട്ട് ജന്മനാ അംഗവൈകല്യമുള്ളവർക്കായി നിങ്ങൾ പുതിയ ശുശ്രൂഷ തുറക്കുവിൻ. ജന്മനാ കുറവുകളുള്ളവർക്കായി പുതിയ ശുശ്രൂഷ തുറക്കുവിൻ. എന്റെ മഹത്വം ഞാൻ പ്രകടമാക്കും. ഞാൻ എന്റെ മഹത്വം പ്രകടമാക്കും. എന്റെ പ്രവൃത്തികൾ പ്രകടമാക്കും. ജന്മനാ വൈകല്യങ്ങൾ ഉള്ളവർക്കായി പുതിയ ശുശ്രൂഷ ഞാൻ തുറക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ആരിലെങ്കിലും നടന്നാൽ പോരാ. ജന്മനാ വൈകല്യമുള്ളവരിൽ ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുമ്പോഴാണ് ജനം എൻ്റെ ശക്തിയെ, എൻ്റെ ശക്തമായ പ്രവർത്തനത്തെ കൃത്യമായി മനസ്സിലാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഓ, ശക്തമായ ഒരു അഭിഷേകം ഇതാ തുറന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്വീകരിച്ച് ആമേൻ പറഞ്ഞുകൊണ്ട്
കർത്താവിത പുതിയ ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ പറയുകയാണ്. അംഗവൈകല്യമുള്ളവരും ജന്മനാ ഉള്ള രോഗങ്ങൾ, കുറവുകൾ അഥവാ ഓട്ടിസം, ഡൗൺ സിൻഡ്രം, അങ്ങനെയുള്ള അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ശുശ്രൂഷ ആരംഭിക്കാനാണ് കർത്താവ് പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഹലബല 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 ശാലബല ഹലബല 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 ശാലമക്കാര ശാലമക്കാര. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ട് രോഗശാന്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഇപ്പോൾ ആദ്യം ഞാൻ കാണുന്ന ഒരാളുടെ പല്ലുവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. പല്ലുവേദന, ശക്തമായ പല്ലുവേദനയുള്ള ഒരാൾക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടുന്നു. ഇപ്പോൾ നമ്പർ 1 പല്ലുവേദന. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരാൾക്ക് സ്പീച്ചിങ് ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 1170 ഖണ്ഡികയാണ്. 1170 ആരാധന വത്സരത്തെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1170 വസന്തകാല വിഷുവത്തിന് വെർണൽ ഇക്വിനോക്സ്, വസന്തകാല വിഷുവത്തിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണചന്ദ്ര ദിവസം നിസാൻ 14 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദിവസം ക്രൈസ്തവ പെസഹ ആകുന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കണം എന്ന് AD 325 നിക്യാ സൂനഹദോസിൽ എല്ലാ സഭകളും യോജിച്ച് ധാരണയുണ്ടായി. വസന്തകാല വിഷുവത്തിന് ശേഷമുള്ള ആദ്യത്തെ പൂർണ്ണചന്ദ്ര ദിവസം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദിവസം ക്രൈസ്തവ പെസഹ ആകുന്ന ഉയർപ്പ് തിരുനാൾ. ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്നത് ക്രൈസ്തവ പെസഹയാണ്. തിരുനാൾ ആഘോഷിക്കണമെന്ന് AD 325 നിക്യാ സൂനഹദോസിൽ എല്ലാ സഭകളും യോജിച്ച് ധാരണയുണ്ടാക്കി. നിസാൻ 14 തീയതി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികൾ കാരണം പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ പെസഹാ ദിനം ഒരേ തീയതിയിലല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പുനരുത്ഥാനം ഒരു പൊതു തീയതിയിൽ വീണ്ടും ആഘോഷിക്കുന്നതിനുള്ള യോജിപ്പിലെത്തുവാൻ ഇന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഒരേ ദിവസമാണ്. 1171 ആരാധന വത്സരം ഏക പെസഹാ രഹസ്യത്തിൻ്റെ വിവിധ വശങ്ങൾ വെളിവാക്കുന്നു. ഏക പെസഹാ രഹസ്യത്തിൻ്റെ വിവിധ വശങ്ങൾ വെളിവാക്കുന്നു. മനുഷ്യാവതാര രഹസ്യത്തെ ചൂഴ്ന്നു നിൽക്കുന്ന തിരുനാളുകളുടെ മംഗളവാർത്ത, തിരുപ്പിറവി, ദൻഹ സമയക്രമത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. അവ നമ്മുടെ രക്ഷയുടെ ആരംഭത്തെ അനുസ്മരിക്കുകയും പെസഹാ രഹസ്യത്തിൻ്റെ ആദ്യ ഫലങ്ങൾ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു. നമ്മൾ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാറുണ്ട്. അതായത് പെസഹായിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മനുഷ്യാവതാര രഹസ്യത്തിലൂടെയാണ്. ഇപ്പോൾ മലങ്കര കുർബാനയിലെ ആമുഖ ഗീതത്തിൽ ഒരു ഗീതം ഇങ്ങനെയാണ്: നാഥാ നിൻ ജനനം, സ്നാനം, പീഠാ, ക്രൂശേറ്റം, മൃതിയുത്ഥാനം, സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും
ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ നാഥാ നിൻ ജനനം, സ്നാനം, പീഠ, ക്രൂശേറ്റം. കണ്ടോ? അപ്പോൾ ആ ക്രൂശേറ്റത്തിലേക്കും പീഡാനുഭവം, ക്രൂശേറ്റം, മരണത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെല്ലുന്നത് പെട്ടെന്ന് എവിടെന്നെങ്കിലും വരികയല്ല. അതിൻ്റെ ഉത്തമമായ ഒരാരംഭം മനുഷ്യാവതാര രഹസ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാന ഒരു പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് നമ്മുടെ അടിസ്ഥാനമായ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ, ഏത് രീതിയിലുള്ള കുർബാനയിലായാലും ആദ്യം ഗ്ലോറിയ പാടുന്നു. ആ ഗ്ലോറിയ പാടുന്നതിൻ്റെ അർത്ഥം മനുഷ്യാവതാര കീർത്തനമാണത്. ഈശോ ഈ ബലി അർപ്പണത്തിൽ മനുഷ്യനായി അവതരിക്കുന്ന ആ സംഭവമാണ്. അതാണ് ബലി അർപ്പണത്തിൻ്റെ ആദ്യ അർപ്പണം. അവൻ ദൈവത്തോടൊപ്പമായിരുന്ന സമാനത നിലനിൽക്കുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യനായി കുരിശുമരണം വരെ താഴ്മയുള്ളവനായി, ഒരടിമയെപ്പോലെയായി. മാത്രമല്ല, ആ 30 വർഷം ആ നസ്രത്തിൽ ആരും അറിയാതെ ജീവിച്ചു. ഇപ്പം നമ്മൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളതിന് മുമ്പേ തന്നെ എല്ലാം വാട്സപ്പും മെസ്സേജും എല്ലാം കൊടുത്ത് അറിയിക്കുകയാണ്. ഇതാ തോമസ് പോൾ ബ്രദർ, ലോകപ്രശസ്ത സുവിശേഷ പ്രഘോഷകൻ വരുന്നു. ഇത് ലോകം മുഴുവനെ സൃഷ്ടിച്ച കർത്താവ് ഈശോ മിശിഹ വരുന്നു. ആരെയും അറിയിച്ചില്ല. അറിയിച്ചു, വേണ്ടവരൊക്കെ അറിഞ്ഞു, പക്ഷെ വേറെ കൊട്ട് ഘോഷമൊന്നും ചെയ്തില്ല. അങ്ങനെ രഹസ്യമായി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സാധിച്ചാൽ തന്നെ വലിയ കാര്യമല്ലേ, ആരും അറിയാതെ. ഓക്കെ, അപ്പോൾ ആരാധനാ വത്സരം ഏക പെസഹാരഹസ്യത്തിൻ്റെ വിവിധ വശങ്ങൾ വെളിവാക്കുന്നു. ആരാധനാ വത്സരം, ആ വത്സരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഈശോയുടെ മംഗലവാർത്തക്കാലം, പിറവിത്തിരുന്നാൾ കാലം, പിന്നെ ദനഹാകാലം, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഓരോ കാലങ്ങൾ മനുഷ്യാവതാര രഹസ്യത്തെ ചൂഴ്ന്നു നിൽക്കുന്ന തിരുനാളുകളുടെ, അതായത് മംഗലവാർത്ത, തിരുപ്പിറവി, ദനഹാം സമയക്രമത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ആ പെസഹാ രഹസ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മറ്റ് രഹസ്യങ്ങളാണ് മംഗലവാർത്ത, തിരുപ്പിറവി, ദനഹ, ഇവയെല്ലാം ഇങ്ങനെ തന്നെയാണ്. അവ നമ്മുടെ രക്ഷയുടെ ആരംഭത്തെ അനുസ്മരിക്കുകയും പെസഹാ രഹസ്യത്തിൻ്റെ ആദ്യ ഫലങ്ങൾ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു. 1171 മാർജിനൽ പാരഗ്രാഫ് 524 സഭ ഓരോ വർഷവും ആഗമനകാലത്തിൻ്റെ ആരാധനക്രമത്തിലൂടെ മിശിഹായെ പറ്റിയുള്ള പൂർവകാല പ്രതീക്ഷയെ സന്നിഹിതമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്, അതാണ് സന്നിഹിതമാക്കുന്നു. അനാമനസിസ്, നാഥാ നിൻ ജനനം, സ്നാനം, പീഠാടോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഗ്ലോറിയ, അത്യുന്നതമാം സ്വർലോകത്തിൽ, അല്ലോ ഗ്ലോറിയ. അപ്പം ആഗമനകാലത്തിൻ്റെ
ആരാധനക്രമത്തിലൂടെ മിശിഹായെ പറ്റിയുള്ള പൂർവകാല പ്രതീക്ഷയെ സന്നിഹിതമാക്കുന്നു. രക്ഷകന്റെ പ്രഥമ ആഗമനത്തിന് വേണ്ടിയുള്ള അതാണ്. 2 ആഗമനമുണ്ട്. പ്രഥമ ആഗമനം ഉണ്ടായാലല്ലേ രണ്ടാമത്തെ ആഗമനം ഉണ്ടാവുള്ളൂ. വന്നവനും വരുവാനിരിക്കുന്നവരും. വടകരയിലെ പ്രാർത്ഥനകളിൽ ഞാൻ ശ്രദ്ധിച്ചു. വന്നവനും വരുവാനിരിക്കുന്നവരും. ഇപ്പം ഈ ബലിവേദിയിൽ നമ്മൾ കാണുന്ന ഈശോ വന്നവനും, അവൻ്റെ ആദ്യത്തെ ആഗമനം, എന്നാൽ ഇനി വീണ്ടും വരുവാനിരിക്കുന്നവരും, രണ്ടാമത്തെ ആഗമനം. അപ്പോൾ രക്ഷകന്റെ പ്രഥമ ആഗമനത്തിന് വേണ്ടിയുള്ള ദീർഘമായ തയ്യാറെടുപ്പിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസികൾ അവിടുത്തെ ദ്വിതീയ ആഗമനത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ തീവ്രമായ ആഗ്രഹം നവീകരിക്കുന്നു. റെവലേഷൻ 22:17. അവിടുത്തെ മുന്നോടിയായ യോഹന്നാന്റെ ജനനവും രക്തസാക്ഷിത്വവും ഘോഷിച്ചുകൊണ്ട് സഭ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോട് ഐക്യപ്പെടുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30. വെളിപാട് 22:17. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരുക. കേൾക്കുന്നവൻ പറയട്ടെ, വരുക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവർ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇപ്പൊ കർത്താവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചാണ്. സങ്കീർത്തനം 45 മനോഹരമായ അവതരണമുണ്ട്. ഞാനതൊന്ന് പാടട്ടെ. രാജകുമാരി രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അതാണ് രാജകുമാരി. ആരാണ് ഈ രാജകുമാരി? രാജകുമാരിയാണ് സഭ. നമ്മളെല്ലാവരും ഈശോയുടെ ഉത്ഥിതനായ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമായി, ആ ശരീരം, നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ഉത്ഥിതമായ ആത്മീയമായ ശരീരത്തോടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതാ ആ മണവാളൻ മണവാട്ടിയെ, അതാണ് 19-ാം സങ്കീർത്തനത്തിൽ പാടുന്നത്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. അതാണ് മല്ലൻ പ്രസന്നനാകുന്നത് എപ്പോഴാണ്? മല്ലൻ പ്രസന്നനാകുന്നത് യുദ്ധം ജയിച്ചു കഴിയുമ്പോഴാണ്. അങ്ങനെ ഈശോ സകലത്തിൻ്റെയും മേൽ വിജയം പ്രാപിച്ചുകൊണ്ട് സകല മനുഷ്യരെയും സകല സൃഷ്ടികളെയും തന്നോട് ചേർത്തുകൊണ്ട് രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. രാജകുമാരി നമ്മളെല്ലാവരുമാകുന്ന ഈശോയുടെ ശരീരമാകുന്ന ഈശോയുടെ മണവാട്ടിയാകുന്ന നമ്മളെല്ലാവരും ഇതാ രാജസന്നിധിയിലേക്ക് മണവാളനോടൊപ്പം പ്രവേശിക്കാൻ തയ്യാറായിരിക്കുന്നു. രാജകുമാരി
സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. മന്ത്രകോടിയാണ്. സ്വർണ്ണക്കശ ഉടയാട ചാർത്തി. എപ്പോഴാണ് മന്ത്രകോടി അണിയിക്കുന്നത്? വിവാഹ വിരുന്നിന് സമയമായി, വിവാഹം ആഘോഷത്തിന് സമയമായി. മന്ത്രകോടി ചാർത്തിക്കൊണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പം 524 നമ്മൾ വായിക്കുന്നത്, സഭ ഓരോ വർഷവും ആഗമനകാലത്തിൻ്റെ ആരാധനാക്രമത്തിലൂടെ മിശിഹായെ പറ്റിയുള്ള പൂർവകാല പ്രതീക്ഷയെ സന്നിഹിതമാക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ സന്നിഹിതമാക്കുന്നു. ഓരോ ആരാധനയിലും ഓരോ കുർബാനയിലും ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ ആഗമനം, മംഗലവാർത്ത, ഈശോയുടെ മനുഷ്യാവതാരം, ജനനം, സ്നാനം, ഇവയെല്ലാം സന്നിഹിതമാക്കപ്പെടുന്നത് കുർബാനയുടെ ആദ്യ ഭാഗത്താണ്. ഗ്ലോറിയ പാടുമ്പോഴാണ്. അതിന് നമ്മളത് പാടുന്നേ ഇല്ല ഇപ്പം പലപ്പോഴും. എങ്കിലും നമ്മളത് ഓർക്കണം. ഈ ആരംഭം, നാഥാ നിൻ ജനനം സ്നാനം, കണ്ടോ? അപ്പം ഈ സന്നിഹിതമാക്കുന്നു, മേക്ക് പ്രസന്റ്. രക്ഷകന്റെ പ്രഥമ ആഗമനത്തിന് വേണ്ടിയുള്ള ദീർഘകാല തയ്യാറെടുപ്പിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസികൾ അവിടുത്തെ ദ്വിതീയാഗമനത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ തീവ്രമായ ആഗ്രഹം സ്വീകരിക്കുന്നു. അപ്പോൾ എല്ലാ വിശുദ്ധ കുർബാനയിലും, കുർബാനയുടെ കാഴ്ചവെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പാടുന്ന പ്രാർത്ഥന ഇതാണ്: വിശ്വാസത്തിൻ്റെ രഹസ്യം, കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ പ്രഘോഷിക്കുന്നു, അങ്ങയുടെ വീണ്ടും വരവ് ഞങ്ങൾ നോക്കി പാർക്കുന്നു. കേട്ടോ, അങ്ങയുടെ ദ്വിതീയാഗമനത്തെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും വരുവാനിരിക്കുന്ന അങ്ങാണ് ഇവിടെ ആഗമിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ആയിരിക്കുന്നവൻ ഇന്നലെയും ഇന്നും എന്നും ആൽഫായും ഒമേഗായുമായ ഒരാളാണ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ അവിടുത്തെ മുന്നോടിയായ യോഹന്നാന്റെ ജനനവും രക്തസാക്ഷിത്വവും ഘോഷിച്ചുകൊണ്ട് സഭ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോട് ഐക്യപ്പെടുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമുക്കിവിടെ നിർത്താം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനത്തെ പ്രതി നന്ദി പറയാം. ഇന്ന് കേട്ട പ്രബോധനത്തെ പ്രതി നന്ദി പറയാം. നമ്മൾ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കണമെന്ന് പ്രവചനത്തിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വീകരിച്ച നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ആദ്യം ഒരു മെസ്സേജായിട്ട് എനിക്ക് വാട്സപ്പിൽ ഇടുക. ഞാനത് കേട്ടിട്ട് നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ എല്ലാം ചെയ്യാം. ഡയറക്റ്റ് വിളിക്കരുത്. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്.